ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. അത് വളരെ രസകരമായിട്ട് ത്രൂ എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ട്. ത്രൂ കോമഡിയാണ്, രസമുണ്ട്. സോങ്ങും രസമുണ്ട്. അൽത്താഫും അനാർക്കലിയും നല്ല രസമുണ്ട്. കോംബോ നല്ല രസമാണ്. ഫാമിലി ഒരു ഓറിയൻറ്റഡ് മൂവിയാണ്. ത്രൂ കോമഡിയും നല്ല രസമായിട്ട് ത്രൂ ചിരിക്കാനുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. രസമാണ്, നല്ലൊരു ഫാമിലി മൂവി. അടിപൊളി മൂവി. ഒരു ശരിക്കും കോമഡി തന്നെയാണ്. നല്ലൊരു നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റും. കുറേ ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായി ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഗോ ആൻഡ് വാച്ച്, എല്ലാവരും പോയി കാണണം. നമ്മൾ അഭിനയിച്ചപ്പോഴായിട്ടല്ല, നമ്മൾ ചെയ്തപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു മൂവിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ. ഐ തിങ്ക് ഭയങ്കര നമ്മൾ വർക്ക് ചെയ്തപ്പം കണ്ട പോലെയല്ല. ഇപ്പോൾ സിനിമ വിഷ്വലി വന്നപ്പം അതുകൊണ്ട് മ്യൂസിക് കൊണ്ടും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഇതുകൊണ്ടും ഐ മീൻ ലൈക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് ഗ്രേറ്റ്. രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തത്. അതെ, അപ്പം ആ ഒരു എക്സാക്ച്വേഷനും എല്ലാം ഭയങ്കര രസമായിരുന്നു. ഓ ഡെഫിനറ്റ്ലി എല്ലാവർക്കും വന്ന് കാണാൻ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഡെഫിനറ്റ്ലി ഇത്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. നല്ല എൻ്റർടൈനറാണ്. ഫാമിലിയൊക്കെ ഒന്ന് രസിച്ച് കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു. അടിപൊളി കേട്ടില്ലേ? പിന്നെ പടം കിടു. കുറേ ചിരിച്ചു. ഞാൻ പടം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി പടത്തിനകത്തൊരു ചെറിയ വേഷം ചെയ്യാൻ സാധിച്ചു. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് അല്ലേ? കാരണം എൻ്റെ ഫസ്റ്റ് പടമാണിത്. ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇതാണ് മെയിൻ സ്ട്രീം സിനിമയായിട്ട് നല്ലൊരു ക്രൂവിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. അടിപൊളി. So nice to see our dearest Akhil on screen. Here to support him. അടിപൊളി മൂവി, ഗ്രേറ്റ് കോമഡി, വെൽ ആർട്ടിക്കുലേറ്റഡ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രേറ്റ് മൂവി, അടിപൊളി എൻ്റർടൈനറാണ്. ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. സോ ഡു കം ആൻഡ് വാച്ച്. ഗംഭീരമായിട്ട് വന്നു തോന്നി. എന്തറിയോ, നമ്മളല്ലേ ഇത് ചെയ്ത് അഭിനയിച്ചത്. അപ്പം നോർമൽ അവരത്തൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ഡയറക്ടർ വിനോദമായിട്ട് പറയും. സീരിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചു നന്നായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അത് എല്ലാവരും കാണുക, അത്രേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ കണ്ടേറാ എന്താണ് അയ്യോ ഇത് കണ്ടില്ലായിരുന്നു. ബാക്കിലേ ഇല്ല എടുത്തോ. നല്ല പടം, എനിക്കിഷ്ടം. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ചിരിക്കാൻ ഒരുപാടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് പടം. അടിപൊളിയാണ്, നല്ല രസമാണ്. നന്നായിരുന്നു. അൽത്താഫ്, അനാർക്കലി, അഖിൽ ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് നിഷയുടെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. എവറിത്തിങ് വാസ് എനിക്ക് ഇഷ്ടം. അതെ. ഒരു ഇൻട്രസ്റ്റിംഗ് മൂഡാണ്. ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു സ്റ്റോറി ലൈൻ നല്ലതായിരുന്നു. എനിക്കിഷ്ടം. നല്ലതായിരുന്നു, നല്ല കോംബോ ആയിരുന്നു. എനിക്കിഷ്ടമായി അവരുടെ ആ സ്റ്റോറിൻ്റെ ലൈൻ പോകുന്നതും ആ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ഓരോരോ ആർട്ടിസ്റ്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നല്ല കോമഡി ഒക്കെ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാ ഫാമിലി ആയിട്ട് വരാൻ കാണാൻ നല്ല മൂവിയാണ്. അപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഒക്കെ ഫ്രണ്ട്സ് അഖിലൊക്കെ ഉണ്ടായി ഞങ്ങളുടെ, സ്പെഷ്യലി ഞങ്ങളുടെ കോസ്റ്റ്യൂമർ ഞങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ നല്ല ക്യാരക്ടർ കിട്ടി. ഒരുപാട് എക്സ്പീരിയൻസ് കുറേ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അത്രേ ഉള്ളൂ. എൻ്റർടൈൻമെൻറ്റാണ്. കോമഡിയൊക്കെ ഉള്ള മൂവിയാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതല്ല. വീട്ടിൽ എല്ലാവർക്കും കൂടെ വന്നിരുന്ന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. അപ്പം എല്ലാവരും കാണണം.
പിന്നെ എല്ലാ രീതിയിലും എല്ലാ ജോണറിലും ഐ മീൻ ലൈക്ക് മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഫൈറ്റ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് വന്നിട്ടുള്ളൊരു മൂവിയാണ്. ഓഫ് കോഴ്സ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവർക്കും കുറച്ചു നേരം വന്നിരുന്ന് ചിരിച്ച് കണ്ടുപോകാനുള്ളൊരു പടം. കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, പൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഐ ലൈക്ക് ഇറ്റ്. ഐ ഗസ് 10 on 10 തന്നെയാണ് ഈ മൂവി. സോ എല്ലാവരും പോയി കാണുക. അതും തിയേറ്റർ എഫക്റ്റ് ആണെങ്കിൽ നന്നായിരിക്കും തന്നെ ഞാൻ പറയുന്നു. കാരണം OTT ഒക്കെ പിന്നെയല്ലേ അത്. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി 6 മാസം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റർ. കാണാൻ വരാൻ ഓഡിയൻസിനോട് എന്താണ് കൂടുതൽ പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ പടം വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ഫാമിലി എല്ലാവരും കൂടി നല്ലതായിരുന്നു. നല്ലൊരു ഫൺ മൂവി തന്നെയാണ് മന്ദാകിനി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. എല്ലാവരും റെസ്പോൺസ് എല്ലാവരും അറിയിക്കുക. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ കയറിയത് പോലെ തന്നെയാണ് തിരിച്ചു പറയുന്നത്.